എന്നാ ഇതുവാ രാവിലെ ഉണ്ടാക്കിയ പൂരി കേട്ടോ മക്കളെ. അപ്പൊ ഇതൊന്നും തിന്നാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് ഓടലായിട്ട് മക്കളെയും കൊണ്ട്. അപ്പൊ എന്നും ഹോസ്പിറ്റലിൽ. അപ്പൊ നമ്മളതാക്കണ ചിക്കൻ കടായി ഉണ്ട്. അപ്പൊ 3 മണിക്കാണ് തിന്നണത് കേട്ടോ. നമ്മളെ ഋതുവിന് വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ നല്ല രസമുണ്ട് കടായി. ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കോണ്ട് ഞാൻ റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ചോറ് തിന്നുന്ന ടൈമാണ്. ഓന് ഇത് മതി പൂരി രാവിലെ തിന്നാത്തോണ്ടേ. പൂരിക്ക് നല്ല കോമ്പിനേഷനാണ്. കളർ ഇട്ടിട്ടില്ല ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പൊ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ? അപ്പൊ എന്താ കുഴക്കണെന്നറിയില്ലേ? ചിക്കനാട്ടോ മക്കളെ. അപ്പൊ ഇച്ചിരി ചിക്കനൊക്കെ വാങ്ങിച്ചു പോന്ന് ഞങ്ങള്. ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി 2-3 മണിയൊക്കെ ആയിട്ടോ. വിശന്നിട്ട് കുടലിങ്ങനെ കരിയണ്. ഞാന് കാക്കു അച്ചാറ് ഒട്ടിക്കാണ്ട് തിന്നാ കരുതി. അപ്പൊ അവിടെ ഹോട്ടലൊന്നുമില്ല. ഇന്നിപ്പോ എന്താ ഹർത്താലല്ലേ ഇത്? ഹോട്ടലും തുറന്നില്ല. ഹോട്ടലും തുറന്നിട്ടില്ല. അപ്പൊ കാക്കു എന്താട്ടി ഒരു 1 കിലോ ഇറച്ചിയൊക്കെ വാങ്ങിട്ടോ. കോഴിയൊക്കെ വാങ്ങിച്ചു തന്നു. അപ്പൊ ഇവിടെ നമ്മളെ ഋതുവിനും കൊണ്ടായിരുന്നു പോയിരുന്നു കേട്ടോ. നമ്മളെ ലീനും ഉണ്ട്. ലീനുവിനും കാണിക്കണം, പിന്നെ ബേബികളെ 2 കാണിക്കണം. അപ്പൊ ഒരു ടെസ്റ്റ് കിട്ടിട്ടോ. അതിൽ ബ്ലഡ് കമ്മി ഉണ്ട്, നമ്മളെ മലബാറിന്ന് പറഞ്ഞ പോലെ. പിന്നെ വലിയ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞിട്ടാ കിട്ടുള്ളൂ. അപ്പൊ എന്തായിരിക്കും ടെസ്റ്റ് എന്നായിരിക്കൂലേ? എന്നാന്ന് ഡോക്ടർ പറഞ്ഞൊന്നുമില്ല കേട്ടോ. എന്തായാലും ബ്ലഡ് എന്താ ഈ കുട്ടിക്ക് ഇങ്ങനെ കുറയുന്നത് അറിയാനും വേണ്ടിട്ടാട്ടോ. ഞാൻ 2 കുസ്തി വിടണ്ട സഹായിച്ചായിരുന്നു കേട്ടോ. ഷെയ്മോളിന്ന് പോയിട്ടില്ല. ചെവി വേദനയാണ് 2 ദിവസമായിട്ട്. അപ്പൊ പിന്നെ നമ്മളോട് ഞാൻ പറഞ്ഞൊന്ന് പോകണ പറഞ്ഞു. ഉമ്മയൊക്കെ ഇവിടെ ഒറ്റക്കല്ലേ. അപ്പൊ ചിക്കൻ ഇങ്ങനെ പൊരിച്ചിട്ട് നേരത്തെ മിഞ്ഞാത്ത മാതിരി അത് കടായി. നിങ്ങൾ പറഞ്ഞ പോലെ കടായിട്ടുള്ളൂ, കടായി ആയിട്ടില്ല. പാവങ്ങളുടെ കടായിയാണ്. അപ്പൊ അതാക്കി കൊടുക്കാന്ന് കരുതി. ചിക്കൻ ഇങ്ങനെ പൊരിച്ചു കൊടുത്താലും അത് മുഴുവൻ തിന്ന് തീർക്കൂല മക്കള്. അപ്പൊ കുറച്ച് മസാലയൊക്കെ ആക്കി ഗ്രേവിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ വെട്ടിയിട്ടാലേ നമുക്ക് രാത്രിക്കൊക്കെ കൂട്ടാനാവട്ടോ. ഞാൻ നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇത് മസാല വെച്ചാലേ മസാല നല്ലോണം കുടിച്ചു. കടായിക്ക് പ്രത്യേക ടേസ്റ്റ്. അതിനിപ്പോ നിങ്ങൾ പള്ളിയും തൊള്ളയൊന്നും ഒഴിഞ്ഞിക്കൂലല്ലോ. 3 മണിയായിട്ടോ. ഞാനും കാക്കയും എന്താ അച്ചാറും കൂടി ചോറുന്നു കേട്ടോ. ഉമ്മമാർക്കും ഷെയ്മോളും ചെറിയരിക്കഞ്ഞി ഉണ്ടാക്കിയിരുന്നു. കുറിയരിക്കഞ്ഞി. ഓൾക്ക് പിന്നെ അവിടുന്ന് ക്യാൻറ്റീനിന്ന് മുട്ടപ്പപ്സ് എന്തോ തിന്നിരുന്നു കേട്ടോ. അത് ഭയങ്കര തിരക്കാ മക്കളെ. അവിടെയൊക്കെ പോയിക്കാണ് ഇങ്ങനെ ക്യൂ നിൽക്കണം. എത്ര നേരം ചായക്കും വേണ്ടി എത്ര നേരം നിന്ന് 1 മണിക്കൂർ നമ്മടെ ഭയങ്കര തിരക്കാണ്. പെട്ടെന്ന് തട്ടിക്കൂട്ടിക്കാണ്ട് ഉണ്ടാക്കിയാല് പിന്നെ അടി പിടിച്ച ഒരു പേടിയാണ്. ഇത് കട്ടില്ല കേട്ടോ മക്കളെ. ഇനിയിപ്പൊ അതിലോട്ട് വാട്ടി ഉണ്ടാക്കട്ടെ ഞാൻ പെട്ടെന്ന് കേട്ടോ. ചിക്കൻ അങ്ങനെ കൊടുത്താല് അത് മുഴുവൻ തിന്നു തീർന്നു. ഇപ്പൊ ഉണ്ടാക്കണില്ല, ഇമ്മ ഉണ്ടാക്കണം. ആയിക്കോട്ടെ. 2 ഉള്ളിയൊക്കെ വെട്ടിക്കൊണ്ട ക്യാമറ ഓണാ വിട്ടു. ഇതൊന്നല്ല, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ട കരുതിയിട്ടേ പൗതി ആക്കി കാണ്ട് പിന്നെ അങ്ങനെയൊക്കെ കാട്ടിയതാ. ഇങ്ങനെ കൊറേ കാണണ്ടേ. ഉള്ളി അരിയാനെ തോനെന്നും ഉള്ളി അരിയുന്നതില് തക്കാളിയൊക്കെ പറ്റ തയ്ക്കുന്നത്. ഇത് നോക്കാനും തക്കാളി ഉണ്ടല്ലോ പരിപാടിട്ടോ. മോളെ പെണ്ണെ ഞാൻ നോക്കി കണ്ണ് നിറഞ്ഞു. അരിഞ്ഞ തീക്ക് ഇട്ടൂടെടാ. വേഗേ ഇട്ടൂടെ. നല്ല വെളിച്ചെണ്ണ കേട്ടോ. അത് മേലത്തെ താത്ത തന്നാട്ടോ. അത് ഓലെ ആട്ടിയതായിരുന്നു. അപ്പൊ അതിന്റെ ഇത് കണ്ടോ ചണ്ടിമാരം നടത്താൻ. ഇതുവാ അടിയിലെ കൽക്കുണ്ടാവുമല്ലോ, ചണ്ടി. അത് താത്ത കുട്ടികളെ മേത്തേക്കാൻ തന്നിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ കിജി കെട്ടി വെച്ചിട്ട് ഇമ്മ പറഞ്ഞാണ് കണ്ടോ കൊറേ വെളിച്ചെണ്ണ ഉണ്ടോ ഊരി വന്നിട്ട് ഇങ്ങനെ കൊറേ കിട്ടിയിരുന്നു കേട്ടോ. കണ്ടോ ഇതിലിപ്പോ ഇത്ര ഉണ്ട്. പിന്നെ ഇതില് നിറച്ചും കിട്ടിയിരുന്നു കേട്ടോ. ഒരു 300 വെളിച്ചെണ്ണ കിട്ടിക്കൂലടാ. അതാ പുതിയത് ആട്ടിയതാണ് കേട്ടോ. ആട്ടിയ വെളിച്ചെണ്ണ. അതിക്ക് എന്താ ഇജി കെട്ടിയ കുട്ടികൾക്ക് തലയിൽ ഉപയോഗിക്കാൻ. തലയിലൊന്നല്ല, ഞാനങ്ങനെ ഉപയോഗിക്കട്ടെ. നല്ല വെളിച്ചെണ്ണ അവർ കാട്ടിയത് കേട്ടോ. മസാല ഉണ്ടാക്കട്ടെ കേട്ടോ. മോളെ നോക്കാം പാത്രം അങ്ങനെ അട്ടിക്ക് വെച്ചിട്ടല്ലേ പെണ്ണെ ഇങ്ങനെ നിറഞ്ഞത്. നമുക്ക് അപ്പക്ക് വേഗം മൂറി. ഞാൻ ഇപ്പൊ വന്ന് കേടെത്തിയതാണോ?
ആരെ വൃത്തിയാക്കിയാ നമ്മൾ കഞ്ഞിട്ടോ കടായിന്റെ റെസിപ്പി വന്നാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ പാവങ്ങളുടെ കടായി നിങ്ങൾ ഇതോ കടായി കടായല്ല ആ പറഞ്ഞോട്ടെ അതിന് കുഴപ്പമില്ല ടച്ച് ഇഷ്ടമാണ് അതൊക്കെ അങ്ങനത്തെ ഒക്കെ ഞാൻ ആ ബേസിലെടുക്കട്ടോ ഞങ്ങള് വീറിയിലൊന്നും എടുക്കൂല അല്ലേ ഇതോ ഞാനും ഇത് കുറെ ചെറുട്ടോ സംഭവം കടായ ആയിട്ടില്ല കടന്നെ ആയിട്ടുള്ളേ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി പോണ്ടി ചട്ടിയോ അലിയാലോ അവസാനം ഞാൻ മൂന്നര ചോറ് നല്ല രസമുണ്ടായിന് അതിന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നെയ്ച്ചോറിന് നെയ്ച്ചും വണ്ടിപ്പരിപ്പൊന്നും വേണ്ട ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കും നമ്മൾ പെരുന്നാളൊക്കെ ഉണ്ടാകുമ്പോ ഉണ്ടാക്കും അല്ലേ ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കും അല്ലാതെ എന്താ നെയ്ച്ചോറിനൊക്കെ നെയ്ച്ചും അതും ഇതൊക്കെ നമുക്ക് എപ്പോഴും വാങ്ങാൻ പറ്റൂലല്ലോ പിന്നെ കാക്കൂനോട് പറഞ്ഞാൽ കാക്കു കേൾക്കൂല കേട്ടോ പീടിക്ക് പോകുമ്പോഴേ ഋതുവിന്റെ ചെവി പറഞ്ഞു കൊടുക്കലാണ് എന്ത് നെയ്യ് അതേ മതി നെയ്യ് കേട്ടോ ഇപ്പൊ ചീത്താറ് ഇപ്പാനെ കാണാതെ ഞാൻ പറയുവാനോട് വെള്ളം വാങ്ങി പോക്കറ്റിൽ ഇടാൻ പറയല ഞാൻ കേട്ടോ കാക്കൂനെ കാണാതെ പറഞ്ഞാല് നെയ്യ് എഴുതിയാലും സാധനം നമ്മൾ എഴുതി കൊടുക്കുമല്ലോ എഴുതിയാലും അത് വാങ്ങൂല അതിന് വരും വരെയാണ് ഇത് ഫയലാണ് ഉണ്ടാക്കി കൊടുക്കും അപ്പൊ പിന്നെ അതിന് നിൽക്കൂല കേട്ടോ ഋതുവിനെ പീടിക്ക് അന്നേക്കുമ്പോ ഞാനേ നല്ല വാങ്ങിച്ചുകൊണ്ട് പാത്തക്കും നിങ്ങളൊക്കെ കാട്ടിലുണ്ടാവില്ലേ കുട്ടികളെ കൊണ്ടൊക്കെ കൊണ്ടുവച്ചാണ് നല്ല പാത്രത്തില് നമ്മളങ്ങനെ കാട്ടിലുണ്ട് കേട്ടോ ചിലപ്പോ ആരെയൊക്കെ വരുമ്പോ നുള്ളു നെയ്യ് ഒഴിച്ചാൽ ഞാൻ വേറെ സ്മെല്ലേ പിന്നെ കടായി നല്ല രസം കേട്ടോ മക്കളെ കടായതും നല്ല ടേസ്റ്റ് ഇല്ലേ ഞാൻ വന്നുകാണ്ട് കടായി കുറച്ചെടുത്തുകാണ്ട് അവിടെ പോയിരുന്നു നിന്നപ്പണ്ട് എല്ലാരും ഉണ്ടായിരുന്നു കോരിക്കൊണ്ടുണ്ട് പിന്നെ ചട്ടി കായേ കുറച്ച് കായ ഞാൻ ഉച്ചക്ക് ചോറിനെ കഴിച്ചത് തിന്നാലും കിട്ടണ്ടേ അപ്പൊത്തിന് ഒരു പച്ചവളം കിട്ടാൻ വേണ്ട ഞാൻ ഉച്ചക്ക് ചോറിനെ കഴിച്ചത് ആ ഞാൻ കൂടെ കഴിച്ചത് മസാല ഞാൻ ഇതിലേക്ക് ആക്കിയതാട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊന്നും പിന്നെ കരിവേപ്പിലയും ചെപ്പും മല്ലിച്ചെപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചെപ്പിന്റെ ഒരു പിച്ചും പിന്നെ നമ്മളെ സ്പെഷ്യൽ എന്താ നല്ല ജീരകം ഒന്ന് മതിയടി അപ്പൊ പെട്ടെന്ന് എല്ലാരും കൂടി കൂടിയാ പെട്ടെന്ന് ആക്കി തരാറുണ്ട് ഇതിന്റെ അടി പത്തിലേക്ക് അടി കിട്ടില്ല ഇന്നിപ്പോ അതിന്റെ വെളിച്ചെണ്ണൊക്കെ ഒന്നും കാത്തുന്നില്ല കേട്ടോ ഞാന് നിന്റെ ഇപ്പൊ അവര് ഇങ്ങനെ കടന്ന് നിന്റെ ഓയിൽ ഉണ്ടാക്കിയ നല്ല രസാട്ടോ ഞാൻ രാവിലെ ദിവസം പൂരി ഉണ്ടാക്കിയിരുന്നു ഇവര് കൊറേ ദിവസമായി പൂരി ചോദിക്കൽ തുടങ്ങിയിട്ട് അപ്പൊ പൂരി ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പൊ മിന്നുവിന്റെ ടെസ്റ്റ് 2 ദിവസം കഴിഞ്ഞാൽ വരും ഒന്നുമില്ലാക്കാൻ എല്ലാരും ദുആ ചെയ്യണ്ടിട്ടോ ഒരു പേടിയുണ്ട് വലിയ ടെസ്റ്റ് ആയതുകൊണ്ടേ കുട്ടികൾക്ക് ഇപ്പൊ അങ്ങനെ ബ്ലഡ് കൗണ്ട് കുറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്റെ മക്കൾക്കൊന്നും അങ്ങനെ വരലില്ല സോസ് കഴിച്ചേ അതുകൊണ്ടിരാറില്ലേ ഓരോരുത്തരും ഉപയോഗം അടച്ച ഞാൻ പറഞ്ഞേ നമ്മളെ പഠിച്ചിട്ട് ഓൻ വേണം കൊടുത്തിട്ട് സംഭവം മനസ്സിലായിട്ടുണ്ട് എത്ര 20 രൂപ 25 രൂപ അപ്പൊ ഉറുപ്പ്യയുടെ കുട്ടിക്കല്ലേ നമ്മളെ നമ്മളെ വീഴുന്നതേ അപ്പൊ നമ്മളെ ഇത് അയക്ക് വെക്കണം ഓ കൊത്തി പറിച്ചാലേ എനിക്കൊന്ന് കാണിച്ചു കൊടുക്കണ ഭംഗി അത് കണ്ടതൊക്കെ അതാക്ഷനും പരിപാടി വിളിച്ചു കാണിച്ചു കൊടുക്ക ഇച്ചിരി ചിക്കൻ മസാല ഇടുന്നുണ്ട് കേട്ടോ നല്ല ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടുന്നു ചിക്കൻ ടേസ്റ്റ് ഇട്ടുള്ളത് കഴിഞ്ഞു അത് പഠിത്തമല്ലോ സാധനം ചില ചിക്കൻ മസാല മടുത്താൽ ഇത് പാട്ടാ മതി മല്ലി മുളക് ഇട്ടാ മതിയാണ് പാക്ക് നാളെ മഞ്ഞൾ പൊടിച്ചില്ല കണ്ടിട്ടില്ല മുളകും കൂടി കഴിഞ്ഞിട്ടോ മല്ലി കഴിഞ്ഞ
കാണിച്ചു തരാട്ടോ ഒന്നും കൂടി. അപ്പൊ കടായി ഇതൊക്കെ കാണിച്ചു കൊടുത്താ കളർ ഇട്ടിട്ടില്ല കേട്ടോ. കളർ ഇട്ടാല് ഇതോ ഇവിടെ ഇല്ലേ ഇവിടെ സോസിയറ്റിയാണ് അപ്പൊ നമ്മളെ 20 രൂപേന്റെ സോസും കുപ്പി ഇട്ടോ അത് ഒഴിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വാറി ഇതോ ക്യാമറ കാണിച്ചു കൊടുക്കോൽക്കേ. ആയിട്ടില്ലട്ടോ ആഞ്ഞു കാണിച്ചു കൊടുത്തു. ചിക്കന് കേട്ടോ ചിക്കന് വന്നിട്ടില്ലേ ഫ്രൈ ഉണ്ടാക്കുന്ന കേട്ടോ. സോസ് പാരുന്നുണ്ട്. ഫുള്ള് ഒഴിച്ചേലിട്ടുമ്പോ നല്ല രസാട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകൊണ്ട് മക്കളെ. ഉള്ളിയും തക്കാളിയും വാട്ടിക്കാണ്ട് ഇത്തിരി സോസൊക്കെ പറഞ്ഞാണ്ട് നല്ല രസമുണ്ട്. പിന്നെ ഞാൻ ആ മസാലയൊക്കെ അരച്ച് എന്തിലാന്നോ ഒരു തുള്ളി സുർക്ക ഉപയോഗിച്ച് കണ്ടാട്ടോ. അത് ഇന്നലെ റിഷേ മോളെ നിങ്ങളത്തെ ഈ ഷെയ്മോളെ വെക്കുമ്പോ അറിയണോ കണ്ടട്ടെ. അതിന് കാക്കിക്കണില്ല കേട്ടോ മക്കളെ. അത് സംഭവം ഇങ്ങനെ ഇത് തന്നെ അല്ലാതിനെന്താക്കുക. അപ്പൊ ഇനി ഇതോ അത് വെച്ചുകൊണ്ട് അതും ഇടും സിമ്മിലാക്കി ഇടും. എളുപ്പപ്പണിയാണ്. എളുപ്പം നടക്കട്ടെ. കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. ഇതിക്ക് കാണിക്കടാ. വളഞ്ചുള്ളു ഗുളുഗുളു പറയണ്ട. അപ്പൊ ബാക്കിയൊക്കെ മറ്റേ ഇട്ടിട്ട് കാണാട്ടോ. 3-4 മണിയൊക്കെ ആയിക്കോട്ടെ കേട്ടോ മക്കളെ. രാവിലത്തെ ഒരു പപ്സ് പറയാൻ നിക്കണേ. എന്നാലും ഇത്ര ശേഷി ഉണ്ട് വെച്ചാല്. അപ്പൊ നമ്മളെ ഒക്കെ റെഡി ആയിട്ട് ഞാൻ 1 ട്രിപ്പ് 2 ട്രിപ്പൊക്കെ പാർന്നിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോണ് കട്ടാക്കി കേട്ടോ. ക്യാമറ അറിയതോ ഓലിങ്ങനെ കാണിച്ചു ഉറപ്പിച്ചണം. ഞങ്ങളെ കണ്ട് പൊറപ്പിച്ചണ്ടാ പറയാന്. ഇത് നമുക്ക് ഒരിടുക കേട്ടോ മക്കളെ. ഇനി ബാക്കിയുള്ളതിൻ്റെ ഋതുവിന് ഇനി നാളെ സോയാബീൻ പൊരിച്ച ഉരുളക്കിഴങ്ങും സോയാബീൻ ഋതുവോ നിന്നെ കളിയാക്കും തിരക്കിട്ട്. അല്ലേ ഞാൻ പറയാൻ തന്നെ ഒരു ഭക്താത്താര് വന്ന് കളിയാക്കും. ഇനി ഋതുവിന് സോയാ പൊരിച്ചാണ്. അപ്പൊ ഇത് ഞാൻ എവിടെയൊക്കെയാ ബാക്കിയില്ല കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കലല്ലേ. അപ്പൊ ഞാൻ ഇന്ന് പൈ കാക്കുന്നില്ല. വേഗം പെട്ടെന്ന് ഉണ്ടാക്കിട്ടോ. അപ്പൊ ഒരു തുള്ളി ഉറ്റിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ സ്വയ വേണമെങ്കിൽ ഇതിൻ്റെ ഒന്ന് ലേക്കൊന്ന് കാരാലേ. കാക്കും ചീത്തറിയും കുറെ ഓയിലൊക്കെ പറഞ്ഞാൽ കേട്ടോ. ഇങ്ങനെ അടി പൊടിച്ചു കുടിച്ചു നമ്മള് ഈ ചട്ടി വല്ലാ അടി കുട്ടി. അപ്പൊ നമ്മളെ കടായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ കടായി. ഇങ്ങനെ ആവുമ്പേ അന്തിക്കും രാവിലേക്കൊക്കെ ഉണ്ടാവും. കണ്ടില്ലേ അടിപൊളി കടായി ഒക്കെ ഉണ്ടാവും. ഉണ്ടാവും. എല്ലാരും ഓരോ കഷ്ണം എടുത്ത് തിന്നോളിട്ടോ. മറ്റത് ഉണ്ടാവൂല. അപ്പൊ നമ്മളെ വീഡിയോ എത്ര ഉള്ളു. നല്ല രസമുണ്ട് കേട്ടോ. തിനൂനും കാര്യമാണ് കേട്ടോ. പൊന്നുമോൾക്ക് പൊന്നോള് ചുണ്ടോക്കിയ ആകെ ഛർദിച്ചൊക്കെ ചെയ്തു കേട്ടോ. ഞങ്ങൾ കൊണ്ടുപോയിരുന്നു. ഡോക്ടറെ കാണിച്ചു. 3 നാളെയും കാണിച്ചു അല്ലേ. താത്താമാരോട് സലാം പറഞ്ഞ ആയിട്ടില്ല. ഒരു കാര്യം പാടിണ്ടേ. എന്താ നമ്മൾ ഈ ചാനലിൽ വീഡിയോ ഇടായിട്ടാണ് നമ്മൾ മറ്റേ വീഡിയോ ഇടുന്നത്. അതിനെല്ലാരും സപ്പോർട്ട് ചെയ്യാം. വീഡിയോ ഇടാൻ കഴിയായിട്ടോ. കുട്ടികൾക്ക് വയ്യായിട്ടാണ് ഞങ്ങളോട് പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ നമ്മളെ പാത്തുമൊയ്തൂരിൽ ഇടുന്ന കോമഡി സ്കിറ്റ് ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഇതിൽ വരും കേട്ടോ. കണ്ട് സപ്പോർട്ട് ചെയ്യോണ്ടി. മാക്സിമം ഞാൻ നല്ലതുപോലെ ചെയ്യാൻ നോക്കാം. പിന്നെ ഇനിയിപ്പോ ആ നാണിത്തള്ള എന്ന് പറഞ്ഞ ഒരു കോമഡി ഉണ്ടല്ലോ. അതെല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല തോന്നുന്നു. അത് ഞാൻ ചെയ്യണില്ല കേട്ടോ. ഇനി നമ്മള് പാത്തൂന്റെ ഒക്കെ നോക്കാം. അമ്മേറ്റി മൂസിയിലെ അല്ലേ. അമ്മേറ്റി മൂസിയിലെ പാട്ട് എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യാം. എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യണ്ട കേട്ടോ. ഈ മാസം പൈസയൊന്നും ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ച് ചെയ്യണത്. പിന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് ഇതിൽ തന്നെ ഇട്ടാ മതി കഴിഞ്ഞല്ലോ, ഒരു ചാനൽ മതി കഴിഞ്ഞല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതന്ന് അങ്ങനെ ഇത് വെറുതെ ഒരു ചാനൽ തുടങ്ങിയത്. അപ്പൊ അതിൽ വെറുതെ ഇട്ടപ്പോ അതിലും ഇങ്ങനെ കയറി ആളുകൾ കാണാൻ തുടങ്ങി. മാക്സിമം പുറത്ത് പോയി എടുക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പൊ അതിനിപ്പോ നമുക്ക് സാഹചര്യം മോശമായില്ലേ. അപ്പൊ ഇനി എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ലല്ലോ ആ കോമഡി സ്കിറ്റ്. അപ്പൊ അതിൽ നമ്മൾ അടുത്ത സബ്സ്ക്രൈബേഴ്സിനെ കാണാനും വേണ്ടിയിട്ട് ഇടുകയായിരുന്നു കേട്ടോ. 2 എണ്ണം എന്തെങ്കിലും ഇട്ടാന്നുള്ളൂ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മളെ പുതിയ വീഡിയോ. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.